എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 53-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു നിർത്തിയത് വസിഷ്ഠൻ കാമധേനുവിനോട് ചതുർവിധ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിശ്വാമിത്ര മഹാരാജാവിനെയും അന്തഃപുര സ്ത്രീകളെയും അതുപോലെ സൈന്യങ്ങളെയുമൊക്കെ തൃപ്തി വരുത്തണം എന്നാണ്. അപ്പോൾ എന്താണ് കാമധേനു ചെയ്തത് എന്നുള്ളതാണ് പറയണത്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്ത്വാ വസിഷ്ഠേന ശബളാ ശത്രുസൂദന വിദധേ കാമധുക്കാമാൻ യസ്യ യസ്യേപ്സിതം യഥാ. വസിഷ്ഠേന ഏവമുക്ത്വാ, വസിഷ്ഠനാൽ ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ, പറഞ്ഞത് കേട്ടിട്ട്, ശബള എന്ന് പറഞ്ഞാൽ കാമധേനു, വർണ്ണശബളയായിട്ടുള്ള കാമധേനു, അല്ലയോ ശത്രുസൂദന. ഇത് ശതാനന്ദൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണല്ലോ. ശ്രീരാമനെ അഭിസംബോധന ചെയ്യാണ്. അല്ലയോ ശത്രുസൂദന, ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നവനെ ശ്രീരാമ. എന്താണ് കാമധേനു ചെയ്തത് എന്നാണെങ്കിൽ, യസ്യ യസ്യ യഥാ ഈപ്സിതം, ആർക്കൊക്കെ എന്തൊക്കെ വേണമോ, ആർക്കൊക്കെ എന്തൊക്കെയാണോ ഇഷ്ടം, അത് മുഴുവനും തന്നെ യസ്യ യസ്യ യഥാ ഈപ്സിതം കാമാൻ കാമധുക് വിദധേ, അതെല്ലാം തന്നെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് കാമിച്ചത് മുഴുവനും ചുരത്തി കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് കഴിക്കാനുള്ളതെല്ലാം ഒരുക്കി കൊടുക്കുകയാണ് കാമധേനു ചെയ്തത്. അപ്പോൾ എന്തൊക്കെ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അതായത് ഈ 6 രസങ്ങളും വേണം എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 4 വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഇക്ഷൂൻ മധൂംസ്തഥാലാജാൻ മൈരേയാംശ്ച വരാസവാൻ പാനാനി ച മഹാർഹാണി ഭക്ഷ്യാംശ്ചോച്ചാവജാനപി. ഇക്ഷൂൻ മധൂൻ ലാജാൻ മൈരേയാൻ വരാസവാൻ, ഇതൊക്കെ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പിൻ തണ്ടാണ്. അതൊക്കെ കടിച്ച് ചവച്ച് കഴിക്കാവുന്നതാണ്. അതൊക്കെ കൂട്ടത്തിൽ ഈ വിരുന്ന് സൽക്കാരത്തിൽ കരിമ്പിൻ തണ്ടുകൾ ഉണ്ടായിരുന്നു. മധു എന്ന് പറഞ്ഞാൽ തേനുണ്ടായിരുന്നു. ലാജം എന്ന് പറഞ്ഞാൽ മലരാണ്. അവില മലര എന്നൊക്കെ പറയണം. അങ്ങനത്തെയുള്ള വിഭാഗങ്ങളുണ്ടായിരുന്നു. മൈരേയം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മദ്യം പോലെയുള്ളതായ ഒരു പാനീയ വസ്തുവാണ്. ചില പൂക്കളിൽ നിന്നും ഊറ്റിയെടുക്കുന്നതാണ്. വല്ലാത്ത ഒരു ക്ഷീണമൊന്നും ഉണ്ടാക്കില്ല, വല്ലാത്ത ഒരു ആസക്തിയൊന്നും ഉണ്ടാക്കാത്തതായ ഒരു പാനീയം, പുളിപ്പിച്ചുണ്ടാക്കുന്നത് തന്നെ മൈരേയം എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ അങ്ങനെയൊക്കെയുള്ളതായ വര ആസവങ്ങൾ, കുടിച്ച് രസിക്കാവുന്ന, വെറും പാദ്യങ്ങളല്ല, ദാഹം അകറ്റാവുന്നതല്ല. ദാഹം അകറ്റാൻ കുടിക്കുന്നതിനെയൊക്കെയാണ് പാദ്യം, പേയം എന്നൊക്കെ പറയാം. പക്ഷെ ഇതങ്ങനെയല്ല. ഉള്ളിൽ കുറച്ച് സുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള രുചികളോടെ കുടിക്കുന്നതായ ചില ആസവങ്ങൾ. അത് ആസവം എന്ന് പറയുന്നത് ഓരോന്നിൽ നിന്നും ഊറ്റിയെടുക്കുന്നതാണ്. ഓരോ ചെടികളിൽ നിന്നും ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നുമൊക്കെ വാട്ടിയെടുക്കുന്നതാണ്. അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ, പേയങ്ങൾ, പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പാനാനിച്ച മഹാർഹാണി, വളരെ വിലപിടിപ്പുള്ള, അതായത് പെട്ടെന്നൊന്നും ആർക്കും കിട്ടാത്തതായ, എല്ലാ ഭോജനശാലകളിലൊന്നും കിട്ടുകയുമില്ല, അങ്ങനത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷ്യാംശ്ച ഉച്ച അവജാനപി, ചെറിയ അളവിൽ, വലിയ അളവിൽ, ചിലതൊക്കെ കുറേ അധികം വേണ്ടി വരും, ചിലതൊക്കെ കുറച്ച് മതി. അങ്ങനെ പല അളവുകളിൽ പലതരത്തിലുള്ള പല സ്വാദുകളിലുള്ള ഭക്ഷണങ്ങൾ ഒരുക്കാൻ തുടങ്ങി കാമധേനു. ഇനി അടുത്ത ശ്ലോകം നോക്കാം, മൂന്നാമത്തേത്. ഉഷ്ണാഢ്യസൗദനസ്യാത്ര രാശയഃ പർവ്വതോപമാഃ മൃഷ്ടാന്യന്നാനി സൂപാംശ്ച ദധിഗുല്യാസ്തഥൈവ ച. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. നാനാസ്വാദുരസാനാം ച ഷഡ്രസാനാം തഥൈവ ച ഭാജനാനി സുപൂർണാനി ഗൗഡാനി ച സഹസ്രശ. ഉഷ്ണാഢ്യസൗദനസ്യാത്ര, ഉഷ്ണാഢ്യ സൗദനങ്ങൾ. ഉഷ്ണം എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്. ചില ഭക്ഷണ സാധനങ്ങളൊക്കെ ചൂടോടെ കഴിക്കുമ്പോഴാണ് സ്വാദ്, ചിലത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് സ്വാദ്.
അതേപോലെ തന്നെ അതുപോലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉഷ്ണം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ചോറ് പോലെയുള്ളത്, അതുപോലെ തന്നെ റൊട്ടി പോലെയുള്ളത് അല്ലെങ്കിൽ ചപ്പാത്തി പോലെയുള്ളതൊക്കെ ചൂടോടെയാണ് സ്വാദ്. അപ്പോൾ ഇവിടെ എന്താണ് സൗദനം എന്നൊക്കെ ഉള്ളതിന് അരി, ചോറ് എന്നൊക്കെ തന്നെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങളെ രാശയ കൂമ്പാരങ്ങളായിട്ട്, ഏതുപോലെ പർവ്വതോപമാഹ, പർവ്വതങ്ങളെ പോലെ കൂമ്പാരം കൂട്ടിയിട്ടായിരിക്കുമായിരുന്നു ഈ ചോറിൻ്റെയൊക്കെ. ഇത്രയും പേർക്ക് കഴിക്കണമല്ലോ, ചെറിയ അളവിലൊന്നും ഉണ്ടാക്കിയാൽ പോരാ. അപ്പോൾ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നതായ ചോറിൻ്റെ വലിയ വലിയ കൂനകൾ, രാശികൾ ഉണ്ടാക്കി വച്ചിരുന്നു. മൃഷ്ടാനി അന്നാനി എന്ന് പറഞ്ഞാൽ നല്ല സ്വാദുള്ളതായ മറ്റ് ഭക്ഷണ സാധനങ്ങൾ. സൂപാംശ, സൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയണ സൂപ്പ് പോലെയുള്ളതൊക്കെ തന്നെയാണ്. ഈ പച്ചക്കറികളും അരിയൊക്കെ വേവിച്ചിട്ടുണ്ടാകുന്നതായ അതിൻ്റെതായ ആ സത്ത്, അതിൽ കലക്കിയിരിക്കുന്നതായ മറ്റ് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അരച്ച് ചേർത്തും പൊടിച്ച് ചേർത്തുമൊക്കെ ഉണ്ടാക്കുന്നതായ കുടിക്കാനുള്ളതായിട്ടുള്ള വസ്തുക്കൾ. അതുപോലെ ദധികുല്യാഹ, ദധി എന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് നിറച്ചു വെച്ച ധാരാളം പാത്രങ്ങൾ, തൊട്ടികൾ, അതൊക്കെ രുചികരങ്ങളായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, വിവിധ രസങ്ങളോടുകൂടിയ പലതരം ചാറുകൾ. ഇങ്ങനെ എന്തെന്തൊക്കെ ആ കാമധേനു വിശ്വാമിത്ര മഹാരാജാവിനും ആൾക്കാർക്കും വേണ്ടി ഒരുക്കിയില്ല എന്നുള്ളത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അതാണ് നാനാസ്വാദു രസാനാം ച, നാനാവിധത്തിലുള്ള സ്വാദും രസങ്ങളും കൂടിച്ചേർന്നത്. അതന്നെയാണ് പറയുന്നത് ഷഡ്രസാനാം. 6 രസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിഭവങ്ങൾ, മറ്റ് പല വ്യഞ്ജനങ്ങളൊക്കെ ചേരുമ്പോഴാണ് അതിന് പലതരത്തിലുള്ള സ്വാദുകളിലേക്ക് മാറിപ്പോണത്. സുഗന്ധദ്രവ്യങ്ങളുണ്ടാവും, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ദ്രവ്യമല്ല സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഈ കുരുമുളക്, അതുപോലെ ജീരകം, പിന്നെ ചുക്ക് തുടങ്ങിയിട്ടുള്ളതായ പലതരത്തിലുള്ള സാധനങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റേതായ സ്വാദ് വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുത്തു. ഭാജനാനി സുപൂർണാനി, ഭാജനങ്ങൾ, പാത്രങ്ങൾ മുഴുവനും നിറച്ചു വെച്ചു. അതായത് ഉണ്ടാക്കിയിട്ട് പാത്രങ്ങൾ നിറച്ചു, കഴിക്കാനുള്ളവരുടെ കിണ്ണങ്ങളിലും ഇലകളിലുമൊക്കെ നിറച്ചു കൊടുക്കാനും സാധിച്ചു. അതുപോലെ ഗൗഡാനിച്ച സഹസ്രശ, ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കരയാണ്, ശർക്കര കൊണ്ടുണ്ടാക്കിയതായ മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങൾ, പായസം പോലെയുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ കാമധേനു രാജാവിനും കൂട്ടർക്കും വേണ്ടിയിട്ട് നൽകി. അതൊക്കെ കൂടി കഴിച്ചിട്ട് എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്നാണ് 5ാമത്തെ ശ്ലോകത്തിൽ. സർവമാസീത് സുസന്തുഷ്ടം ഹൃഷ്ടപുഷ്ടജനായുധം വിശ്വാമിത്രബലം രാമ വസിഷ്ഠേന സുതർപ്പിതം സർവം സുസന്തുഷ്ടം ആസീത്. വസിഷ്ഠനാൽ തൃപ്തിപ്പെടുത്തിയവരായ, അതാണ് സുതർപ്പിതം. തർപ്പണം എന്നൊക്കെ പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ വസിഷ്ഠൻ്റെ ആ ഒരു വിരുന്ന് സൽക്കാരം കൊണ്ട് വിശ്വാമിത്രൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ വല്ലാതെ സന്തോഷിച്ചു. അവർക്കൊക്കെ വയറിന് നല്ല തൃപ്തി തോന്നി. എല്ലാം നല്ല സ്വാദുള്ളതായിരുന്നു. നല്ലോണം വയറ് നിറച്ച് എല്ലാവരും കഴിക്കുകയും ചെയ്തു. അവരെല്ലാവരും സുസന്തുഷ്ടം, നല്ലോണം സന്തുഷ്ടരായി തീർന്നു. ഹൃഷ്ടപുഷ്ടജനായുധം, ഹർഷം വർദ്ധിച്ചവരായി, അതാണ് ഹൃഷ്ടപുഷ്ടം. അങ്ങനെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അത്രയ്ക്ക് സ്വാദുള്ളതായ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കുറേ കാലമായിട്ട് ഇവരാരും കഴിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. വിശ്വാമിത്ര ബലം സർവം സുസന്തുഷ്ടം ആസീത്. വസിഷ്ഠനാൽ തർപ്പണം ചെയ്യപ്പെട്ട ഭക്ഷണം നൽകി തൃപ്തിപ്പെടുത്തിയവരായിട്ടുള്ള വിശ്വാമിത്രൻ്റെ സൈന്യങ്ങൾ മുഴുവനും സന്തോഷത്തോടുകൂടി അങ്ങനെ വർത്തിച്ചു. അല്ലയോ ശ്രീരാമ, അങ്ങനെയായിരുന്നു. ആ കഥകൾ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അതിനുശേഷം 6ാമത്തെ ശ്ലോകം നോക്കാം. വിശ്വാമിത്രോ ഹി രാജർഷിർഹൃഷ്ടപുഷ്ടസ്തദാഭവത് സാന്തഃ പുരവരോ രാജാ സബ്രാഹ്മണ പുരോഹിത സാമാത്യോ മന്ത്രിസഹിത സഭൃത്യഃ പൂജിതസ്തദാ യുക്തഃ പരമഹർഷേണ വസിഷ്ഠമിതമബ്രവീത്. 7ാമത്തെ ശ്ലോകം കൂടി കൂട്ടിച്ചൊല്ലിയാൽ നമുക്ക് അതിൻ്റെ അർത്ഥം മുഴുവനും പറയാൻ പറ്റും. രാജർഷിയായിട്ടുള്ള വിശ്വാമിത്രൻ, ആ സമയത്ത് എല്ലാവർക്കും സന്തോഷമായി, വിശ്വാമിത്രനും അതിലേറെ സന്തോഷമായി. ഹൃഷ്ടപുഷ്ടസ്തദ അഭവത്, ആദ്യം പറഞ്ഞതുപോലെ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ സൈന്യത്തിന് എത്ര കണ്ട്
സന്തോഷത്തിന് പുഷ്ടി ഉണ്ടായി. അതേപോലെ തന്നെ രാജാവിനും അതുപോലെ വളരെയധികം സന്തോഷമുണ്ടായി. അതാണ് ഹൃഷ്ടപുഷ്ടസ്തത അഭവത്. അദ്ദേഹത്തിൻ്റെ അന്തഃപുരവരഹ, അന്തഃപുരത്തിലെ സ്ത്രീജനങ്ങൾക്കും വളരെയധികം സന്തോഷമായി. സബ്രാഹ്മണ പുരോഹിത, ബ്രാഹ്മണർക്ക് പുരോഹിതന്മാർക്ക് എല്ലാവർക്കും നല്ലവണ്ണം തൃപ്തി വന്നവനായി തീർന്നു. അങ്ങനെയുള്ള കുറേ പേരോട് കൂടിയവനായി തീർന്നു രാജാവ്. അതാണ് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വർത്തിച്ചു എന്നാണ് പറയണത്. സാമാത്യോ മന്ത്രിസഹിത, ഇതൊക്കെ ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. മന്ത്രിമാരോട് കൂടിയവനായിട്ടുള്ള, അതാണ് സാമാത്യൻ. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ വച്ച ശ്രേഷ്ഠന്മാരായിട്ടുള്ള മന്ത്രി പ്രവരന്മാരോട് കൂടിയവനായ വിശ്വാമിത്ര മഹർഷി. സഭൃത്യ പൂജിതസ്തത, ഭൃത്യന്മാരോടൊക്കെ കൂടിയിട്ട് വസിഷ്ഠ മഹർഷിയെ നല്ലവണ്ണം പൂജിച്ചു, ആദരിച്ചു. എന്നിട്ട് യുക്ത പരമഹർഷേണ വസിഷ്ഠം ഇതം അബ്രവീത്, അവരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രനോട് നന്ദി പറഞ്ഞു. അങ്ങനെ ആ സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ വസിഷ്ഠം ഇതം അബ്രവീത്, വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. വസിഷ്ഠനോട് ചോദിക്കാൻ പോവുകയാണ്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളത് മനസ്സിലായല്ലോ. എന്നിട്ട് ആ കാമധേനുവിനെ പറ്റി ചോദിക്കാൻ പോവുകയാണ്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഏവമുക്ത്വാ വസിഷ്ഠേന ശബളാ ശത്രുസൂദന വിദധേ കാമധുക്കാമാൻ യസ്യ യസ്യേപ്സിതം യഥാ ഇക്ഷൂന്മധൂംസ്തഥാ ലാജാൻ മൈരേയാംശ്ച വരാസവാൻ പാനാനി ച മഹാർഹാണി ഭക്ഷ്യാംശ്ചോച്ചാവജാനപി ഉഷ്ണാഢ്യസൗദനസ്യാത്ര രാശയഃ പർവ്വതോപമാഃ മൃഷ്ടാന്യന്നാനി സൂപാംശ്ച ദധികുല്യാസ്തഥൈവ ച നാനാസ്വാദുരസാനാം ച ഷഡ്രസാനാം തഥൈവ ച ഭാജനാനി സുപൂർണാനി ഗൗഡാനി ച സഹസ്രശ സർവമാസീത് സുസന്തുഷ്ടം ഹൃഷ്ടപുഷ്ടജനായുധം വിശ്വാമിത്രബലം രാമ വസിഷ്ഠേന സുതർപ്പിതം വിശ്വാമിത്രോ ഹി രാജർഷിർഹൃഷ്ടപുഷ്ടസ്തദാഭവത് സാന്തഃപുരവരോ രാജാ സബ്രാഹ്മണപുരോഹിത സാമാത്യോ മന്ത്രിസഹിതഃ സഭൃത്യഃ പൂജിതസ്തദാ യുക്തഃ പരമഹർഷേണ വസിഷ്ഠമിതമബ്രവീത്. എന്താണ് വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.